ഹലോ എവരിവൺ, നിങ്ങൾക്ക് പ്രോബബിലിറ്റിയെ പറ്റി പഠിക്കണോ? പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാമോ? പ്രോബബിലിറ്റി പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒരൊറ്റ ഫോർമുല മാത്രമേ പ്രോബബിലിറ്റിക്കുള്ളൂ. ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം എന്നുള്ളതാണ്. എന്താണ് ഔട്ട്കം എന്നൊക്കെയല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത്. പറഞ്ഞു തരാം. ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ എന്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ദോശ കിട്ടുന്നതിനായിട്ടുള്ള പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദോശ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, ഒരാഴ്ചയിൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദോശ ഉണ്ടാക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാഴ്ചയിൽ ദോശ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരാഴ്ചയിൽ ടോട്ടൽ 7 ദിവസങ്ങളുണ്ട്. അപ്പോൾ എന്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 7 ആയിട്ട് കണക്ക് കൂട്ടാം. എനിക്ക് ദോശ കിട്ടുന്ന ദിവസങ്ങൾ 3 ആണ്. അപ്പൊ എന്റെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം, എന്റെ പ്രോബബിലിറ്റിയിലെ ഔട്ട്കത്തിന് ഫേവറബിൾ ആയിട്ടുള്ളത് 3 ദിവസങ്ങളാണ്. അപ്പോൾ ഒബ്വിയസ്ലി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദോശ വിൽ ബി ഈക്വൽ ടു 3/7. എളുപ്പമാണ്, ഇത്ര സിമ്പിൾ ആണ്. ഇനി നമുക്ക് ചീട്ട് കളിച്ചുകൊണ്ട് പ്രോബബിലിറ്റി പഠിക്കാം. കാർഡ്സിന്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിനുമുമ്പ് കാർഡ്സിന്റെ കോൺഫിഗറേഷൻസ് അറിയണം. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52 ആണ്. ഈ 52 കാർഡുകളെ 4 കാറ്റഗറികളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ആ 4 കാറ്റഗറികളിൽ 2 കാറ്റഗറികൾ റെഡ് കളേർഡ് കാർഡും ബാക്കി 2 കാറ്റഗറികൾ ബ്ലാക്ക് കളേർഡ് കാർഡുമാണ്. ഈ 2 റെഡ് കളേർഡ് കാറ്റഗറിയിലുള്ളത് ഹാർട്ടും ഡയമണ്ട്സും ആണ്. അടുത്ത 2 ബ്ലാക്ക് കളേർഡ് കാറ്റഗറിയിലുള്ളത് സ്പെയ്ഡും ക്ലബും ആണ്. ഇനി ഓരോ കാറ്റഗറിയിലും 13 കാർഡ് വീതമുണ്ട്. അതാണ് 13 × 4 52 കിട്ടുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറിയിലെയും കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. കിങ്, ക്യൂന്, ജാക്ക് എന്ന് പറയുന്ന 3 കാർഡ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഫേസ് കാർഡ്സ് എന്നാണ് പറയുക. അതിനുശേഷം എയ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ട്. അതിനുശേഷം 2, 3, 4, 5, 6, 7, 8, 9, 10 മുതലായ നമ്പേർഡ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടലായി 9 നമ്പേർഡ് കാർഡുകൾ, ഒരു എയ്സ് കാർഡ്, ബാക്കി 3 ഫേസ് കാർഡുകളാണ് ഒരു സെറ്റിൽ ഉണ്ടാവുക. അങ്ങനെ 13 ടോട്ടൽ കാർഡ് ഒരു സെറ്റിൽ ഉണ്ടാവും. ഇപ്പൊ നമുക്കൊരു പ്രോബബിലിറ്റി ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാലോ. നമുക്ക് കിങ്ങിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് ഫ്രം ദി സെറ്റ് ഓഫ് കാർഡ്സ്. ഓക്കെ, അപ്പം കിങ് 4 കിങ്ങുകളുണ്ട്. ഓരോ സെറ്റിലും ഓരോ കിങ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 കിങ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം 4 ആണ്. അപ്പൊ 4 ഇസ് ദ ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ. ഒബ്വിയസ്ലി 52 കാർഡുകളുണ്ട്. അപ്പൊ 4/52 ആണ്. അതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/13 എന്ന് കിട്ടും. ദ ആൻസർ ഇസ് 1/13. ഇത്ര സിമ്പിൾ ആണ് പ്രോബബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ. കാർഡ്സിലാണെങ്കിലും അതുപോലെ ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾസിലൊക്കെ ആണെങ്കിലും പ്രോബബിലിറ്റി ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ കാർഡിന്റെ സെറ്റിൽ നിന്ന് ക്യൂൻ കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി ഒന്ന് കണ്ടുപിടിച്ച് താഴെ കമന്റ് ചെയ്യും. അതിനോടൊപ്പം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.